വെൽക്കം ബാക്ക് ടു ലേണിനു കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് തരാനുള്ളത് തേർഡ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി സെപ്റ്റംബർ 2 വരെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സെപ്റ്റംബർ 2-ാം തീയതി 6 വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഫേസ് പോലെയല്ല, നിങ്ങൾ വീണ്ടും ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ട് വേണം നമുക്ക് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയവരും അതേപോലെ തന്നെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒന്നും പങ്കെടുക്കാത്തവർക്കും ഇതുവരെ അലോട്ട്മെന്റുകൾ കിട്ടാത്തവർക്കും ഒക്കെ തന്നെ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ ഫീസ് അടച്ച് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ വീണ്ടും അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 2 വരെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു ഷെഡ്യൂളും കൂടെ തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. അതായത് 2-ാം തീയതി വരെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. 2-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യും, എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ളത്. അതിനുശേഷം 4-ാം തീയതി സെപ്റ്റംബർ 4-ാം തീയതിയാണ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഫൈനൽ അലോട്ട്മെന്റ് 5-ാം തീയതി ആയിരിക്കും വരിക. അപ്പൊ ഈ ഫൈനൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റോട് കൂടി നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ഫൈനൽ അലോട്ട്മെന്റ് നമുക്ക് 5-ാം തീയതി ആയിരിക്കും എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ളത് വരുന്നത്. എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് 6-ാം തീയതിയും 7-ാം തീയതിയാണ് ടൈം തന്നിരിക്കുന്നത്. അതായത് ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 6-ാം തീയതിയും 7-ാം തീയതിയാണ് സമയം തന്നിരിക്കുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾറെഡി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് അതാത് കോളേജുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സും കോളേജും നിങ്ങൾക്കുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഈ ഒരു തേർഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻസ് കൊടുക്കരുത്. കാരണം പിന്നെ എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 7-ാം തീയതിയാണ്, 6-ാം തീയതിയും 7-ാം തീയതിയും ആണ് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സമയം. അതിനുശേഷം 7-ാം തീയതി 5 മണിയോടുകൂടി കോളേജ് അതോറിറ്റീസ് എത്ര സ്റ്റുഡൻസിനെയാണ് അല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സിനെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ലിസ്റ്റ് അവർ അപ്രൂവ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതോടുകൂടി നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിയുകയാണ് 7-ാം തീയതിയോടുകൂടി. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ക്ലാസ്സുകൾ തുടങ്ങാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും അതിനുശേഷം നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ചില കോളേജസിലൊക്കെ അതിന് മുന്നേ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിവേ നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ക്ലാസ്സുകൾ തുടങ്ങും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റും കൂടെ മനസ്സിലാക്കുക. ഇനിയും ഓപ്ഷൻസ് കൊടുക്കാൻ ഒരു അവസരമാണ്. ഇനിയും ഏതെങ്കിലും രീതിയിൽ വിട്ടുപോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റാത്തവരോ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു.